കുഴപ്പമില്ല. പിന്നെ എന്തായാലും പറ്റിയത് ആ ഫുട്ബോളുണ്ട്. എന്താണ് പ്രശ്നം? ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഫാർമസിനോട് ചോദിച്ചാൽ മതി. പിന്നെ അതോട് ചോദിച്ചാൽ ഒരു പറഞ്ഞുതരും. ഇപ്പോൾ തൽക്കാലം എമർജൻസി ആയിട്ടൊരു അവിടെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റൂല. നിങ്ങൾ സിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകണം കേട്ടോ. നെക്സ്റ്റ് പേഷ്യൻറ്റ്. എന്താണ് പ്രശ്നം? അത് ഫുട്ബോൾ കൊണ്ട് ഇതെന്താ അവിടെ അങ്ങനെ കെട്ടിയിട്ട്? അത് വേറെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഓലാക്കി തന്നാണ്. അപ്പോൾ ഓലടഞ്ഞ് വിരൽ പിടിച്ചങ്ങ് വിളിച്ചാണ്. അപ്പം അതിൻ്റെ വേദന നിങ്ങൾ അങ്ങനെ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടാകുമ്പോൾ വേറൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് വീക്കാണ്. നമുക്കൊന്ന് ബ്ലഡ് ലെവൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് പേഷ്യൻറ്റിനെ വിളിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ കിടക്കണ്ടോ? കിടന്നോളൂ. പിടിക്കണോ? സെക്യൂരിറ്റി ഗാർഡ് അല്ല, ഇപ്പം വിളിക്കണ്ട. പ്രശ്നമില്ലല്ലോ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ഇതെന്താ ഈ കൈ കുത്തുന്നതിന് പകരം ഈ കൈ കുത്തുന്നേ? മുപ്പതിനായിരം രൂപ ഞങ്ങൾ 12 പേര് അവരുണ്ട്. ഇതെങ്ങനെ 30,000 രൂപ മുതലാവുന്ന ആലോചിക്കുക. അവര് 30,000 രൂപയുടെ കഥയൊക്കെ പറയുന്നത് അതപ്പുറത്തെ പലിശക്കാരനോ? താങ്കളിപ്പോ ഇത് നോക്ക്. എല്ലാം തെറ്റിച്ച് എന്റെ ബുക്കുകളെ പഠിക്കാണ്ട ജോലിക്ക് കഴിയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സ്ഥലത്ത് ബ്ലഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. നോക്കിത്തരാം. ഇപ്പോഴത്തെ പെണ്ണല്ലേ? അപ്പോൾ ഇതിനെ കിട്ടും. അമ്മച്ചി നിങ്ങളുടെ ബ്ലഡിൽ ഷുഗർ ഉണ്ട്. അതന്നെ വേണ്ട സമയത്ത് കിട്ടുകയില്ല. അത്ര പ്രശ്നമൊന്നുമില്ല. ബ്ലഡ് കുറച്ച് കോംപ്ലക്സ് ആണെന്ന് തോന്നുന്നു. നിങ്ങളുടെ കൈ കേട്ടു ഭയങ്കര വീക്കാണ്. ഇതെന്താ അറിയാത്ത ഇതെന്താ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഈ കൈ പ്രശ്നമുണ്ടോ എന്ന് നോക്കാല്ലേ പറഞ്ഞേ? അതെല്ലാം അങ്ങ് ചെയ്തതാ. ഇപ്പത്തെ കയ്യില് ബോഡി സ്പ്രെഡ് ആയാലോ എന്ന് വിചാരിച്ചിട്ട്. അടുത്തത് നിങ്ങൾ ഇതൊന്നും മണത്തേ. കാക്കയുടെ കുണ്ടിയുടെ ഭാഗത്ത് നിന്ന് എടുത്തതാണ്. ഇങ്ങനൊരു മണം. ഹാ
ഈ ഡോക്ടേഴ്സിന്റെ ഒരു കാര്യം അല്ല ഈ സിസ്റ്റേഴ്സിന്റെ ഒരു കാര്യം. ഇനിയിപ്പോ ഞാൻ ഡെയിലി തരാം. നമുക്ക് മരുന്ന് എഴുതി തരണ്ടേ? നിങ്ങളെ ബ്ലഡാണ് ഈ കാണുന്നതല്ലോ. ഞാനിത് കുടിക്കാൻ പറ്റിയതൊക്കെ. ഒരു ഡോളോ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തത് ഒരു കപ്പ് സിറപ്പ്. മൂന്നാമത്തത് മിഠായി. ഏതൊക്കെ മരുന്നുകളാണ് ഈ കൈ ഒടുങ്ങുന്നതിന് ചെയ്യുക? അത്രയും വലിയ മരുന്നൊന്നും പറയല്ലേ, എനിക്ക് എഴുതാൻ അറിയത്തില്ല. ഓക്കെ, ഓറാക്സ് അല്ല ഓറക്സ് കുടിക്കണം. ഡോളോന്നും കപ്പ് സിറപ്പും എന്നും മലയാളത്തിലാണ് എഴുതിയത്. വായിക്കാൻ അറിയാലോ. ORX എന്നത് ഇംഗ്ലീഷിൽ ആണ് എഴുതിയത്. എൻ്റെതായൊരു മരുന്നങ്ങ് കൊടുക്കാം. തുളസി ആറ്റി ഒലച്ച് അതിൽ കുറച്ച് പഞ്ചാര ഒഴിക്കുക. എന്നിട്ട് അതിൽ കപ്പ് സിറപ്പാക്കുക, ഡോളോ ആക്കുക, ORX വയ്ക്കുക. എന്നിട്ട് മിക്സ് 1 മിനിറ്റ് മിക്സ് ചെയ്ത് പതപ്പിച്ച് കർമൂസയിലിട്ട് മിക്സ് ചെയ്ത് വെളിച്ച് കുടിച്ചാൽ മതി. എല്ലാ രോഗവും പമ്പ കിടക്കും. ഇത് പിടിച്ചു. അധികം തുറന്നു നോക്കണ്ട, ഞാൻ പറഞ്ഞ തോറുമെങ്കിൽ അത് പോയിച്ചു. അധികം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ എഴുതിയിട്ടുള്ളൂ, പ്രശ്നമില്ലെങ്കിൽ. ഇപ്പം എങ്ങനെ തോന്നുന്നു? കുഴപ്പമില്ല. അപ്പം എനിക്ക് തരേണ്ട ബില്ല് ചെയ്യുന്നത് 1500 മെഡിക്കൽ ഷോപ്പിൽ കൊടുക്കേണ്ടത് 500. ടോട്ടൽ 2000 രൂപ നിങ്ങൾ കൊടുക്കണം.